എന്നെത്തി? ഇന്നലെ. എനിക്ക് കൊണ്ട് ട്രാൻസ്ഫർ ആയി. വെരി ഗുഡ്, താങ്ക് യു. ഏതായാലും നല്ല ദിവസം തന്നെ അജിത്ത് എത്തിയല്ലോ. ഇതാണ് ഈ ആത്മബന്ധം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ഡേ. ആഹാ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ആ അജിത്ത്, ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ വെഡിങ് ഡേ സെലിബ്രേഷൻ ഹോട്ടൽ ലേക്ക് വ്യൂവിൽ വെച്ചാ. അജിത്തും വരണം. അയ്യോ പ്ലീസ്, എനിക്ക് അത്യാവശ്യം. ഒന്നും പറയണ്ട. അജിത്തിനെ മാത്രമേ ഞങ്ങൾ വിളിക്കുന്നുള്ളൂ, അല്ല രേഖ? ആ പിന്നെ തന്റെ ട്രാൻസ്ഫറിന്റെ ഇല വന്ന് ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യണം. എപ്പോ വേണമെങ്കിലും ചെയ്യാം. എക്സ്ക്യൂസ് മീ. ആകെ മാറിയിരിക്കുന്നു അല്ലേ? What happened to you, Rekha? ഒന്നുമില്ല. എന്താ രേഖ ഇത്? നോ മൈൻഡ്, ആ ടോയ്ലറ്റിൽ പോയി കഴിയിട്ടുവാ. നീ ഇത് എവിടെയായിരുന്നു? ടോയ്ലറ്റിൽ പോയിട്ട് ആളെ കാണാനില്ല. ഞാൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ചു. ഞാൻ ഈ ടോയ്ലറ്റ് വെള്ളമില്ലായിരുന്നു, അതുകൊണ്ട്. അജിത്തിനെ വിളിച്ചു വരുത്തി ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയായത്. സോറി അജി. ഇറ്റ്സ് ഓൾ റൈറ്റ്. രേഖേ, നിനക്കിത് എന്ത് പറ്റി? ഒന്നുമില്ല വിനോട്ട, ഒരു ചെറിയ തലവേദന. 2-3 ദിവസമായിട്ട് നീ വളരെ മൂടിയാണല്ലോ. ഡോക്ടറെ മറ്റോ വിളിക്കണോ? വേണ്ട, ഒന്നുമില്ല. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങും. രാവിലെ ഫ്രഷ് ആയിരിക്കും. വിനോട്ട് എവിടെ പോന്നു? നാളെയാ ടാക്സ് റിട്ടേൺസിന്റെ ഫയൽ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. എനിക്കതൊന്ന് നോക്കണം. ഗുഡ് നൈറ്റ്. ഒന്ന് പറയണ്ടേ, എനിക്ക് എന്നും നിന്നെ മറക്കാനാവില്ല. വിനോദിന്റെ വഴിവഴച്ച പോക്കിൽ മനന്നുകൊണ്ട് നീ അവിവേകൊന്നും കാണിക്കരുത്.
നിനക്ക് ഞാനുണ്ട്. ഇന്നും നിന്നെ സ്വീകരിക്കാൻ എന്റെ മനസ്സൊരുക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു കണ്ണ് വേണം. ഭാര്യയോട് വഴക്കിട്ട് ഇവിടെ വന്നിരുന്നാലേ ഉള്ള സ്വത്തും പോവും, ഭാര്യയും. വിനോദിനെ അവളെ ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുൻപ് സ്വത്തും പണവും ഒക്കെ സ്വന്തം പേരിലാക്കി അവളെ ഡൈവോഴ്സ് ചെയ്യാനുള്ള വഴി നോക്ക്. ഹലോ, 391 റോബർട്ട് ഉണ്ടോ? എവിടെ? കോട്ടഗിരിയോ? എത്ര നാളായി അങ്ങോട്ട് പോയിട്ട്? അഡ്രസ് അറിയോ? ആ ആ ഓക്കെ, താങ്ക് യു. Robert! Come! Come! എന്താ ഇവിടെ? എടാ അളിയ, ദാ ഈ കാണുന്നതൊക്കെ എന്റെ അമ്മായിയപ്പന്റെയാ. അതായത് ഇപ്പൊ എന്റെ. കൊള്ളാം, നീ ഭാഗ്യവാനാ. അതെ, എല്ലാം ഉണ്ടായിട്ടും ഒന്നും സ്വന്തമായി അനുഭവിക്കാൻ കഴിയാത്ത ഭാഗ്യവാൻ. നിനക്കറിയോ, ഈ സ്വത്തുക്കളെല്ലാം രേഖയുടെ പേരില. ഇവിടെ ഞാൻ വെറും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ മാത്രം. എന്റെ ആവശ്യങ്ങൾക്കായി എല്ലായ്പ്പോഴും ഞാൻ അവളുടെ അച്ഛന്റെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അവളുടെ മുന്നിൽ നിൽക്കണമെന്ന് വെച്ചാൽ നോ, എനിക്കതാവില്ല. മാനസികമായി ഞാനും രേഖയും തമ്മിൽ വളരെ അകന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ? വിവാഹത്തിന് മുമ്പ് അവൾക്കൊരു കാമുകനുണ്ടായിരുന്നു, അവളുടെ മുറച്ചെറുക്കൻ. ഇപ്പൊ അവനുമായിട്ട് അടുപ്പം. അവൻ അവൾക്ക് അയച്ച കത്തായത്. ഈ കത്ത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അവൾക്ക് ഇപ്പോഴും അവനുമായിട്ട് അടുപ്പമുണ്ടോന്നറിയാൻ ഞാനൊരു പരീക്ഷണം നടത്തി. അവളുടെ ഹാൻഡ് ബാഗിൽ നിന്നും വളരെ സമർത്ഥമായി ഞാൻ ഈ കത്തെടുത്ത് മാറ്റി. പകരം ഒരു അജ്ഞാതൻ എഴുതിയതുപോലെ മറ്റൊരു കത്ത് അതിൽ വെച്ചു. കാമുകന്റെ കത്ത് തിരിച്ചു കിട്ടണമെങ്കിൽ 50,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത്. പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് തന്നെ അവൾ പണം കൊണ്ടുവന്ന് വെച്ചു. അതോടെ എനിക്ക് മനസ്സിലായി, ഞാൻ വഞ്ചിക്കപ്പെടുകയാണ്. റോബർട്ട്, എന്റെ ഇനിയുള്ള ഓരോ നിമിഷവും എണ്ണപ്പെട്ടതാണ്. ഞാൻ ഇനിയും വൈകിക്കൂടാ. ഇത്രയും കാലം ഞാൻ കെട്ടിപ്പടുത്ത എന്റെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ ഇല്ല. നഷ്ടങ്ങളുടെ പട്ടികയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കാൻ ഈ വിനോദ് മേനൻ തയ്യാറല്ല. ഐ എം ഡിസൈഡഡ്. അവൾ എന്നെ ഡൈവോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഡൈവോഴ്സ് ചെയ്യണം. വാട്ട് യു മീൻ? ഐ മീൻ ടു കിൽ ഹർ. നീ നിന്റെ ഭാര്യയെ കൊന്നാൽ നീ അകത്താവും. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ വിളിച്ചത്. ഇത്തരം സന്ദർഭങ്ങളിൽ എനിക്ക് നീ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. വിനോദ്, ഞാനൊന്ന് പഴയ റോബർട്ട് അല്ല. എല്ലാം മടുത്തു. കൊല്ലും കൊലയും. എനിക്കിന്ന് ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. എനിക്കിനി ഒരിക്കലും പഴയ റോബർട്ട് ആകാനും കഴിയില്ല. നാളുകൾക്ക് ശേഷം തമ്മിൽ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വരട്ടെ. റോബർട്ട്, ഒരു സുപ്രഭാതം കൊണ്ട് നീ നല്ലവനാകാൻ ശ്രമിക്കുകയാണോ? നിനക്കെന്നെ നല്ലതുപോലെ അറിയാമല്ലോ. ഒരേ കളരിയിൽ പയറ്റിയവരാണ് നമ്മൾ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്.
നിന്റെ ബുദ്ധിയും വാചാരതയും കൊണ്ട് കൃഷ്ണഗിരി എസ്റ്റേറ്റിലെ തമ്പുരാട്ടി വിവാഹം കഴിക്കാൻ നിനക്ക് സാധിച്ചു. അതും എന്റെ മിടുക്ക്. നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പിന്നീട് മേനോൻ സാർ അറിയുന്നായപ്പോ അദ്ദേഹത്തെ നീ എന്താ ചെയ്തത്? കൊന്നു. നീ കൊന്നു. യെസ്, ഞാൻ കൊന്നു. നീ പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞിട്ടാ നീ അത് ചെയ്തതെന്നതിന് തെളിവുണ്ടോ? ഞാനാണ് ആ കൊലപാതകം ചെയ്തതെന്നതിന് നിന്റെ തെളിവുണ്ടോ? യെസ്, എത്ര വേണമെങ്കിലും. I know you are a bastard. You bloody... ഈ കുത്തുണ്ടല്ലോ, ഇതാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത്. നീ എന്നെ കൊന്നാൽ എന്റെ അമ്മായിയപ്പനെ കൊന്നതിനും എന്നെ കൊന്നതിനും ശിക്ഷിക്കപ്പെടും. പകരം രേഖയെ കൊന്നാൽ 50,000 രൂപയും ഫോട്ടോയുടെ നെഗറ്റീവ്സും ഞാൻ നിനക്ക് തരും. ഒരു കുഞ്ഞു പോലും അറിയില്ല. നിനക്കും ഭാര്യയ്ക്കും സുഖമായി ജീവിക്കാം. ഇവിടെ നിനക്ക് നിന്റെ വഴി തെരഞ്ഞെടുക്കാം. എന്നെ കൊല്ലണോ രേഖയെ കൊല്ലണോ?